നമസ്കാരം. അഴിമതി എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒരു പാർട്ടി തുടങ്ങാൻ പോകുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അഴിമതിക്കാരുമാണ്. എല്ലാ നേതാക്കന്മാരും കള്ളന്മാരുമാണ്, അഴിമതി കാണിക്കുന്നവരാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി 2012 നവംബർ 26-ന് അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു വ്യക്തി ഒരു പാർട്ടി തുടങ്ങി. ആം ആദ്മി പാർട്ടി എന്ന പേരിലാണ്. അതായത് സാധാരണ മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് ആം ആദ്മി പാർട്ടിയുടെ അർത്ഥം. അതിൻ്റെ ചിഹ്നം ചൂലായിരുന്നു. ഈ ചിഹ്നം പുള്ളി ചോദിച്ചു വാങ്ങിയതാണ്. കാരണം അഴിമതിയൊക്കെ എപ്പോൾ തുടച്ച് നീക്കിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചൂല് വാങ്ങിയത്. പ്രസംഗം കൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകി. ഒരു വിധത്തിൽ അങ്ങനെ ജനങ്ങളുടെയൊക്കെ വോട്ട് വാങ്ങിച്ച് ഡൽഹി മുഖ്യമന്ത്രിയായി. അതിനുശേഷം വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഡൽഹിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധിയെ പോലെയായിരുന്നു കെജ്രിവാളും. പക്വതയില്ലായ്മയായിരുന്നു പ്രധാന കാരണം. എങ്ങനെ ഭരിക്കണമെന്ന് കെജ്രിവാളിന് അറിയില്ല. അഴിമതി തുടച്ചു നീക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും കെജ്രിവാൾ ഭരിക്കുന്നിടത്ത് തന്നെ അഴിമതിയാണ്. അതുകൂടാതെ അവിടുത്തെ സകല സർക്കാർ ഓഫീസുകളിലും അഴിമതിയുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. എപ്പോഴും കേന്ദ്ര സർക്കാരിന് നേരെയാണ് കെജ്രിവാളുടെ പ്രതിഷേധവും ആക്രമണവും. ഒരു കാരണവും ഉണ്ടാകില്ല, ചുമ്മാ ഇങ്ങനെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കും. ആദ്യമൊക്കെ അഴിമതി ഇപ്പോൾ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞിട്ട് രാംലീല മൈതാനത്ത് അണ്ണാ ഹസാരെയും കൂട്ടിപ്പിടിച്ച് അഴിമതി റാലി നടത്തുകയൊക്കെ കെജ്രിവാൾ ചെയ്തു. ജനങ്ങളെല്ലാം തൻ്റെ കൂടെയാണെന്ന വിചാരത്തിൽ ചെറിയ അഴിമതികളൊക്കെ കാണിക്കാൻ തുടങ്ങി കെജ്രിവാൾ. ജനലോക്പാൽ ബിൽ പാസാക്കുന്നതിൽ പാർലമെന്റ് പരാജയപ്പെട്ടപ്പോൾ അതിനെതിരെ സമരം നടത്തുകയും അറസ്റ്റാകുകയും ചെയ്തു. 2012-ൽ കെജ്രിവാളും മനീഷ് സിസോദിയും ഗോപാൽ റായ്ക്കുമൊപ്പം 2013-ൽ ജന്തർ മന്ദിറിൽ സമരം നടത്തുകയും 2012-ൽ സ്വന്തം പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. അങ്ങനെ 2013-ൽ ഏതാനും ദിവസങ്ങൾ മാത്രം ഭരിച്ച് ഡൽഹി ഭരിച്ച ലോക്പാൽ ബിൽ പാസാക്കാൻ കഴിയാത്തതിൻ്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് കെജ്രിവാൾ മുഖ്യമന്ത്രി പദം രാജിവെച്ചു. അപക്വമായ തീരുമാനമായിരുന്നു കെജ്രിവാളിൻ്റെതെന്ന് ശക്തമായ വിമർശനമുണ്ടായിരുന്നു. അതുമാത്രമല്ല, പാർട്ടിയിലുള്ള ആർക്കും തന്നെ കെജ്രിവാളിന് വലിയ ഇഷ്ടവുമില്ലായിരുന്നു. അതിനുശേഷം 2015-ൽ വീണ്ടും മുഖ്യമന്ത്രിയായി. അന്നു മുതലാണ് കെജ്രിവാൾ അഴിമതി വിരുദ്ധ എന്ന മുദ്ര വിട്ട് അഴിമതിയുടെ പാത സ്വീകരിച്ചു എന്ന് മുതൽ പറയാം. ഫ്രെയിം ചെയ്ത തിരക്കഥ ഒഴുക്കിയ വലിയൊരു അഴിമതിയാണ് പിന്നെ ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത്. ആ അഴിമതിയുടെ ഒരു പേരാണ് ഡൽഹി മദ്യനയം. അതിൽ ആം ആദ്മി പാർട്ടിയുടെ എല്ലാ നേതാക്കളും അഴിമതിയിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് ഇഡിക്ക് തന്നെ അറിയാം, കേന്ദ്ര സർക്കാരിനും അറിയാം. 9 ദിവസം ഇഡി കെജ്രിവാളിന് സമൻസ് അയച്ചിട്ടും കെജ്രിവാൾ ഹാജരായില്ല. അവസാനമാണ് ഇഡി കെജ്രിവാളുടെ വസതിയിൽ ചെന്ന് കെജ്രിവാളിനെ പൊക്കിയത്. ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെയും തെളിവ് സഹിതമാണ് ഇഡി അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ തിഹാർ ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനീഷ് സിസോദിയയ്ക്ക് ഇപ്പോൾ ജാമ്യം കിട്ടാത്തത്. കെജ്രിവാളിന് തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് മാത്രമാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ആ ജാമ്യം തീരാൻ ഇനി കുറച്ച് മാസം കൂടിയേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും തിരികെ തിഹാർ ജയിലിലേക്ക് തന്നെ പോകണം. തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഏകദേശം ആം ആദ്മി പാർട്ടിയിലുള്ള എല്ലാ നേതാക്കളും കെജ്രിവാളിനൊപ്പം തന്നെ തിഹാർ ജയിലിലേക്ക് കണ്ടുമുട്ടുമെന്നതും എടുത്തു പറയേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മളാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്ന തോന്നൽ കെജ്രിവാളിനുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മൊത്തത്തിൽ പാർട്ടിയുടെ സകല നേതാവും അറസ്റ്റിലായി തിഹാർ ജയിലിലേക്ക് തന്നെ വീണ്ടും വരും. അതോടെ പാർട്ടി തന്നെ തകർന്ന് തരിപ്പണമായി ഇല്ലാതെയാവും. അത് മാത്രമല്ല, അതായത് മദ്യനയ കേസ് മാത്രമല്ല കെജ്രിവാളിനെ കാത്തിരിക്കുന്നത്, NIA-യുടെ അന്വേഷണവും കാത്തിരിപ്പുണ്ട്. അത് ഗവർണർ തന്നെയാണ് ആഭ്യന്തര വകുപ്പിന് നേരിട്ട് NIA അന്വേഷണം നടത്തണമെന്ന് ഒരു ശുപാർശ തന്നെ കൈമാറിയത്. ഖലിസ്ഥാൻ തീവ്രവാദികളിൽ നിന്നും കോടിക്കണക്കിന് രൂപ കെജ്രിവാൾ കൈപ്പറ്റിയെന്ന് ഗുർപ്രീത് സിംഗ് പന്നൂറിന്റെ ആരോപണത്തിന് ഒരു പരാതിയാണ് ഗവർണറുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതിനെതിരെയാണ് ഗവർണർ ആഭ്യന്തര വകുപ്പിനെ സമീപിച്ച് കെജ്രിവാളിനെതിരെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം കെജ്രിവാളിന് നേരെയും ആം ആദ്മി പാർട്ടിക്ക് നേരെയും വരികയും ചെയ്യും. അതോടുകൂടി UAPA ചുമത്തി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഇനി പുറം ലോകം കാണാൻ പറ്റാത്ത രീതിയിൽ കെജ്രിവാൾ തിഹാർ ജയിലിൽ ജീവിതകാലം മുഴുവനും കിടക്കാൻ സാധ്യത കൂടുതലാണ്. തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഏകദേശം ആം ആദ്മി പാർട്ടിയുടെ സകല നേതാക്കളും ജയിലിലാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കടുത്ത ഒരു വെല്ലുവിളിയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയാണ് രാജ്യം മുഴുവനും ഭരിക്കാൻ പോകുന്നത് എന്ന തോന്നൽ കെജ്രിവാളിനുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മൊത്തത്തിൽ പാർട്ടിയുടെ ഓരോ നേതാക്കളും അറസ്റ്റിലാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, കെജ്രിവാളിന് നേരെ NIA-യുടെ അന്വേഷണം ഗവർണർ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഖലിസ്ഥാൻ തീവ്രവാദിയായ ഗുർപ്രീത് സിംഗ് പന്നൂർ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് കെജ്രിവാൾ എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയെന്ന്. ആ ആരോപണത്തിനെതിരെയുമാണ് പരാതി കിട്ടിയത് കൊണ്ടാണ് ഡൽഹി ഗവർണർ ആഭ്യന്തര വകുപ്പിന് അന്വേഷണത്തിന് വേണ്ടി ശുപാർശ ചെയ്തിരിക്കുന്നത്. അതോടെ ഒരു കാര്യം ഉറപ്പാണ്, NIA-യുടെ അന്വേഷണം വരുന്നതോടുകൂടി കെജ്രിവാളും സംഘവും ഇനി തിഹാർ ജയിലിലായിരിക്കും ജീവിതകാലം മുഴുവനാകാൻ സാധ്യത കൂടുതലാണ്.